ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പിലായിരിക്കാം, അതുമല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാവാം. അപ്പോൾ ഏതൊരു രീതിയിലാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു വികാരങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണും എന്നുള്ളതെല്ലാം നമുക്കിവിടെ ഷഫിൾ ചെയ്ത് കാർഡ്സ് എടുത്ത ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ആ ഒരു പേഴ്സൺസും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എനർജി എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ അറിയാം. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ, പോസിറ്റീവായിട്ട് വരാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേരൊന്ന് മനസ്സിൽ 3 പ്രാവശ്യം പറയാം. ഈ റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ വരുന്ന എനർജീസ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, 5 ഓഫ് വാൻഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. 4 of swords, 8 of wands, the emperor, 8 of cups, page of swords, justice, 10 of swords, King of Swords, the Chariot, okay, 9 of Pentacles, and the last one, 5 of Pentacles. അപ്പോൾ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഹെറോഫണ്ട് കാർഡാണ്, ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആൻഡ് 3 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇവരുടെ തലയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് പറയാം. ഒരുപക്ഷെ ഇതവരുടെ ജോലിയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, എവിടെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു പേഴ്സണ് ചെയ്തു തീർക്കാനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനിലാണ് എന്നുള്ളത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നമ്മൾ ഷഫിൾ ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു എങ്ങനെയുള്ള എനർജീസ് ആണ് വരിക എന്നറിയില്ല, ലെസ് കോണ്ടാക്റ്റ് ആണോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആണോ. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാർഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ചിലപ്പോൾ അവരുടെ ജോലിയിലായിരിക്കാം, കരിയറിൽ അവർക്കുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോ ആയിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ അവരുടെ ഫാമിലിയിൽ കൂടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെ ആരാണോ ഉള്ളത് അവിടെ അവർക്ക് കുറച്ച് എന്താ പറയാ ആർഗ്യുമെന്റ്സ് ആയാലും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ, കോൺഫ്ലിക്ട്സ് ഒക്കെ നേരിടേണ്ട ഒരു സമയമാണ് എന്നുള്ളത് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും. അതായത് അവർ അത്രത്തോളം മനസ്സുകൊണ്ട് ആ ഒരു പേഴ്സൺ ഹാപ്പി അല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ടെൻഷൻസ്, പ്രഷേഴ്സ്, അതേപോലെ തന്നെ എന്താ പറയാ ഏത് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസിക സമ്മർദ്ദം നന്നായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയാം. അവർക്ക് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടുന്ന ഒരു പീരീഡാണ്
എന്നുള്ളതും പറയാം. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഫാമിലിയിലാവാം, ജോലി സ്ഥലത്തോ എവിടെയാണെന്നുണ്ടെങ്കിലും ആവാം എന്നുള്ളത് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഫോർ ഓഫ് സോഡ്സും ആണ്. അപ്പൊ അത്രത്തോളം ഞാൻ പറഞ്ഞു അവരൊരു ഡിപ്രസ്ഡ് ആണ്, അവരുടെ എനർജി തന്നെ ആകെ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ, എല്ലാം ചെയ്ത് സറണ്ടർ ആയിട്ട് മതിയായി എന്നുള്ളൊരു അവസ്ഥയാണ്. അവർക്ക് ഇപ്പോഴുള്ള സിറ്റുവേഷൻ മതിയായി തുടങ്ങിയിരിക്കുന്നു, ആകെ വയ്യാണ്ടായിരിക്കുന്നു, ഉത്സാഹമെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള ആ ഒരു അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് എത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു എന്താ പറയുക, ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു കമ്മിറ്റ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള രീതികളിൽ എത്രയും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള രീതിയിലാണ് എയ്റ്റ് ഓഫ് വാണ്ട്സിന്റെ എനർജി പറയുന്നത്. ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ അവരെത്താനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിലാണെങ്കിലും വളരെയധികം ഡിപ്രസ്ഡ്, ആൻസൈറ്റി, ഫിയർ ഇതൊക്കെ കൂടിയുള്ള ഒരു എനർജി, എന്താ പറയുക, എനർജി ആണെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരുടെ ഒരു ഫാമിലി ലൈഫ് ആണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ മുൻപിൽ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും അവർക്ക് കുറെ കടമകളുണ്ട്. അത് അവർക്ക് കണ്ടില്ല എന്ന് വെച്ച് നടിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ആ ഒരു കടമകൾ അവർക്ക് ചെയ്തു തീർത്തേ പറ്റൂ. ആ ഒരു പൊസിഷനിലാണ് അവരിയ്ക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതിന്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ അവരോടായിരിക്കാം ഇവർക്ക് ഇങ്ങനെ സ്വരച്ചേർച്ചക്കുറവ്, അതുപോലെ വർത്തമാനം പറയേണ്ടി വരിക, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക ഒക്കെ അവരോടായിരിക്കാം. അപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വസ്ഥതയില്ല. അതേപോലെ തന്നെ ആരുടെ ഒപ്പം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോഴും സിംഗിൾ ആണെന്ന് പറയാം. സിംഗിൾ ആണെന്ന് വെച്ചാൽ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നല്ല, മാനസികപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. അവരൊരു ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് അവരുടെ ഉള്ളുകൊണ്ട് അവർ ഒറ്റയ്ക്കായ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു വ്യക്തി ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവര് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റീനെയൊക്കെ വല്ലാത്ത രീതിയിൽ എന്താ പറയാ, അംഗീകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, വല്ലാത്ത രീതിയിൽ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്ത മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതുന്ന ഒരു ഒരു എന്താ പറയാ, ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി, അല്ലെങ്കിൽ ഇതിനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് തന്നെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ. നിങ്ങളും ചിലപ്പോൾ അങ്ങനെ തന്നെ കരുതി കാണും, ഇനി ഡിവൈൻ്റെ എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നടക്കട്ടെ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളും സെൽഫ് ലവിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒരു എന്താ പറയുക, ഒരു 40% ആൾക്കാരെങ്കിലും സെൽഫ് ലവ് ഒക്കെ തിരഞ്ഞെടുത്ത് പോയി കാണും. നിങ്ങളുടെ വ്യൂവേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സണെ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പോസിബിലിറ്റി വീണ്ടും ഉണ്ടോ, അവർക്കായിട്ട് നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വിചാരിക്കുന്ന ഒരു മറ്റൊരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ മാത്രമല്ല അവരും കുറേയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവരുടെയും ഒരു എഫേർട്ട് ഇതിനകത്ത് ഉണ്ടായി, അത് എടുത്തെടുത്ത് മതിയായി എന്നുള്ളൊരു അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി സഫർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ കരുതുന്നത്. പക്ഷെ ഇവർ പറയുന്നുണ്ട് ഞാനും ഇതേപോലെ തന്നെ സഫർ ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഞാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവരുടെയും ഒരു തോട്ട്. ഒരു പക്ഷേ നിങ്ങളെ തമ്മിൽ അകറ്റി രണ്ട് സെപ്പറേറ്റ് ഇതിലേക്ക് ആക്കിയത് ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളെ അകറ്റാതിരിക്കാൻ ഇവരും ചിലപ്പോൾ മാക്സിമം എഫേർട്ട് എടുത്ത് കാണും. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അവരുടെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇവര് തീർച്ചയായിട്ടും ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടേക്ക് തന്നെ മടങ്ങി പോവേണ്ടി വന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പൊ അവര് വിചാരിക്കുന്നുണ്ട് ഞാനും ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി പെടാപ്പാട് പെട്ടിട്ടുണ്ട്, പക്ഷെ ഫലമില്ല, എന്ത് ചെയ്യാൻ എന്നുള്ള ആ ഒരു എനർജിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ പേജ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. പേജും ഈ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം ഒരു മെസ്സഞ്ചർ എനർജിയാണ്. എത്രയും വേഗം വന്ന് സംസാരിക്കണം, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു എനർജി തന്നെയാണത്. അപ്പൊ ഇവിടെ ഒരു പേജ് എടുക്കുമ്പോൾ നമുക്കറിയാം, കാരണം പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, നമുക്ക് സ്പൈ ക്യാരക്ടർ എന്ന് കൂടി പറയാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുപാട് ഇപ്പൊ എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ ഇനി നിങ്ങൾ അങ്ങനെ വരുമ്പോൾ കമ്മിറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കത് ക്ഷീണമാവും. കാരണം ഇവരുടെ എനർജി എന്ന് പറയുമ്പോൾ എംബറർ എനർജിയാണ്. പെട്ടെന്ന് അങ്ങനെ മുട്ടുമുടക്കി തോറ്റം തരില്ല. ഉള്ളിൽ ഫീലിംഗ് ഉണ്ടെങ്കിലും അത് ഉള്ളിൽ വെക്കുകയുള്ളൂ, പുറത്തങ്ങനെ കാണിക്കില്ല. അപ്പോൾ സോ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണമല്ലോ, അതവര് അറിഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങളെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലോ നിങ്ങളുടെ വാട്സപ്പിലുണ്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം.
ആ ഒരു രീതിയിലേക്ക് ഇവര് എന്താ പറയുക കോണ്ടാക്ട് ചെയ്യാൻ എന്നല്ല, നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം ഈ ഒരു പേജ് എൻ്റെ ഇത് കയ്യിൽ നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഈ ലൈറ്റ് മുഴുവൻ ഒരു ഡയറക്ഷനിലേക്കാണ്, പക്ഷെ ഇതിന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ മറ്റൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളാണ് അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം അവർ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുന്നു. രണ്ട് സ്ഥലത്തും രണ്ട് വള്ളത്തിൽ കാലി വെക്കുക എന്ന് പറയുന്ന പോലെയാണ് അവർ ചിന്തിക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് വരണം, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ആഗ്രഹമുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം നാട്ടുകാരെന്ത് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സംഭവിക്കുക എന്നുള്ളൊരു തോട്ടും ഇവർ ഭരിക്കുന്നു എന്നുള്ളത് തന്നെ പറയാം. അതുപോലെ തന്നെ ജസ്റ്റിസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയാ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നീതി കിട്ടാതെ പോയതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടായിരിക്കാം ഇവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്, ഞാനും ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലോ എന്ന്. കാരണം നിങ്ങളെ കംപ്ലീറ്റ്ലി ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം ഇഷ്ടം കൊണ്ട് ഇവർ പോയിട്ടുള്ളതാണെങ്കിൽ ഇവർ അത്രയും ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണമില്ല. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലായിരിക്കും അവർ ബ്ലെയിം വെക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളെ പിരിച്ചതുകൊണ്ടായിരിക്കും അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു ജസ്റ്റിസ് കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് തീർച്ചയായിട്ടും ആ ഒരു ജസ്റ്റിസ് വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു നീതി കിട്ടണം, അല്ലെങ്കിൽ അവർക്കൊരു നീതി വേണം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് അവരും ആഗ്രഹിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം എന്നുള്ളത് നമുക്കിവിടെ പറയാം. അതേപോലെ 10 ഓഫ് സോർട്സും അങ്ങനെ തന്നെയാണ്. അവർക്കിപ്പോൾ ആ ഒരു പിന്നിൽ നിന്ന് നമ്മൾ കുത്തുകിട്ടിയ ആ ഒരു എനർജി പോലെ തന്നെയാണ് ഇതും. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടു 8 ഓഫ് കപ്സ്. അപ്പോൾ ഇവർക്ക് പല രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു പേഴ്സൺ കുറച്ച് നിങ്ങളെയും ബ്ലെയിം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയി തീരാനായിട്ട് നിങ്ങളുടെ എടുത്തുചാട്ടവും എല്ലാം കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു ഫോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ടോ ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇങ്ങനെ ആവുന്നതിൽ തെറ്റുകാരാണ്. അവർ ഒരുപാട് നിലനിർത്താൻ വേണ്ടി നോക്കിയിരുന്നു എന്നുള്ള ഒരു എനർജിയൊക്കെ അവർക്കും ഉണ്ട്. അതേപോലെ തന്നെ അവർ ആകെ നിരാശരായിട്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രേക്കപ്പിൽ പെട്ടതിൽ അവർക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഒരു മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്കത് പുറമേ കാണിക്കാൻ വയ്യ എന്നുള്ളതാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ ഈ എംപററും കിങ് ഓഫ് സോർട്സിന്റെ എനർജി എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം, പ്രാക്ടിക്കൽ തിങ്കിങ് ആണ്. ഒരു റിലേഷൻഷിപ്പിൽ ഇന്റഗ്രിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ എന്താ പറയുക, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് വിചാരിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ എന്താ പറയുക, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർ സമ്മതിച്ചു തരില്ല, അവരെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഇവരുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ആലോചിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനും, ഇതിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പറഞ്ഞ് തിരുത്തണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ. പക്ഷെ ഇത് എൻ്റെ ആയിപ്പോയി എന്നുള്ളതാണ് ഇവരുടെ മനസ്സിലൊരു തോട്ട്. ഇത് പഴയതുപോലെ ആക്കിയെടുക്കാനായിട്ട് കുറേ അധികം ശ്രമിക്കേണ്ടി വരും എന്ന് ഈ ഒരു പേഴ്സൺ കരുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ചാരിയറ്റ് എനർജിയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്നുള്ള എന്താ പറയുന്നത്, സ്പീഡി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാർഡ്സ് ആണ് ഈ പറയുന്ന 8 ഓഫ് വാണ്ട്സും ചാരിയറ്റും അല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ നമ്മളിവിടെ ഈ ഒരു ബോട്ടം വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഹെറഫണ്ടാണ്. അപ്പൊ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അതായത് പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, സമൂഹം, സൊസൈറ്റി കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് പേടിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ ഇവര് നിങ്ങളിലേക്ക് എത്തുന്നതിന് ഉൾവലിക്കുന്നു. അല്ലെങ്കിൽ അവരിപ്പൊ തന്നെ എത്തണമെന്ന് വിചാരിക്കുമ്പോൾ വേണ്ട, പതുക്കെ മതി, അല്ലെങ്കിൽ ആലോചിച്ചിട്ട് മതി എന്ന് അവർ ചിന്തിപ്പിക്കുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് ഇതാണ്. അവർ സമൂഹത്തിനെ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു തൃപ്തിയില്ല. അവരുടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരുടേതായ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള വീണ്ടും ഉള്ള ഒരു റീയൂണിയൻ അല്ലെങ്കിൽ വീണ്ടും വന്ന ഒരു കമ്മിറ്റ്മെന്റ് തന്നാൽ അതിനെയൊക്കെ അത് ബാധിക്കുമോ എന്ന് ഇവര് ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുക. അതേപോലെ തന്നെയാണ് ഈ ഒരു 9 ഓഫ് പെന്റിക്കിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങളുടെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ കുറച്ച് ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഇല്ലാതെയും ജീവിക്കാനൊക്കെ സാധിക്കുമെന്ന് നിങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നല്ല പെയിൻ ഉണ്ടെങ്കിലും നിങ്ങൾ പുറമെയൊക്കെ അങ്ങനെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ അറിയാനായിരിക്കാം, അല്ലെങ്കിൽ വല്ല സുഹൃത്തുക്കളിലൂടെയൊക്കെ ഇവരും അറിഞ്ഞോട്ടെ എന്ന് കരുതിയായിരിക്കും നിങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളില്ലെങ്കിലും എന്നുള്ളൊരു എനർജിയിലൊക്കെ നിൽക്കുക. അപ്പൊ അതും ഇവർക്ക് ഭയമാണ്. കാരണം ഇവിടെ ഓൾറെഡി ആ പേജിന്റെ താഴെ തന്നെയാണ് ഞാൻ 9 ഓഫ് പെന്റിക്കിൾസ് വന്നിരിക്കുന്നത്. ആ ഒരു സ്പൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നൊക്കെയാണ് അവർക്ക് തോന്നുന്നത്.
അപ്പോൾ ഇനിയിപ്പോൾ അവർ നിങ്ങളിലേക്ക് വരികയാണ്, ഓടി വന്ന് കമ്മിറ്റ്മെന്റ് ഒക്കെ തരുമ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളെന്ന് വേണ്ട, ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തു, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയിക്കോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത്, ഞാൻ പറഞ്ഞില്ലേ, ഈഗോ ഹർട്ടാവും. അപ്പോൾ അതും അവർക്ക് ഒരു പിൻവലിയുന്ന കാര്യമാണ്. അതുപോലെ സൊസൈറ്റി ഒരു കാര്യമാണ്. അവരുടെ നിലനിൽപ്പിന് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആയാലേ എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ് അവർക്കുള്ളത്. സത്യം പറഞ്ഞ ഈ മുഖത്ത് കാണുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ, ആ കിങ്ങിന്റെയും എംബറിന്റെ ഒക്കെ എനർജി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള പേടികളുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓർത്ത് ഡിപ്രസ്ഡ് ആണ് എന്നുള്ളത് തന്നെ പറയാം. പക്ഷെ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇവരിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇൻഡിപെൻഡന്റ് ആണ് ഈ ഒരു പേഴ്സൺ. ഇവരിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഇവർക്കിപ്പോൾ കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ ഇവരുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി കൊണ്ടുപോയതാണെങ്കിൽ ഇല്ലെങ്കിലൊക്കെ ഇപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഡിസിഷൻസ് എടുക്കാവുന്ന, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു പേഴ്സൺ അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും എന്താ നമ്മൾ പറയുന്നത്, ആരും കാണാത്ത ഒരു ചങ്ങല അവരുടെ മേത്തുണ്ടെന്ന് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. അവർക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് പുറത്തേക്ക് വന്ന് നല്ല ഒന്നാന്തരമായിട്ട് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവാം. പക്ഷെ ഇവര് കാണാത്ത ചില കാര്യങ്ങളെ ഭയപ്പെടുന്നു. നമ്മളുടെ കൺമുമ്പിലുള്ള ഒരു കാര്യങ്ങളെ ഭയപ്പെടുന്നതിനേക്കാളും ഇതാണ് നമ്മൾ എന്താണ് എന്നറിയാത്ത ചില കാര്യങ്ങളെ ഭയപ്പെടുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞു, ഒരു ആൻസൈറ്റി, ഫിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചിലപ്പോൾ അവർ ഊഹിച്ചെടുക്കുന്നതായിരിക്കും. നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവർ ഉപേക്ഷിച്ചാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് അവർ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അവരുടെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു, ഞാനില്ലെങ്കിലും അവർക്കൊന്നുമില്ല, അവർ സന്തോഷമായിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ കരുതുന്നത്. പക്ഷേ ഈ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുമ്പോൾ ആകെ ഡിപ്രസ്ഡ് ആണ്. അവരുടെ മനസ്സിന്റെ താളം തെറ്റിയിരിക്കുകയാണ്. പക്ഷെ അത് പുറമേ കാണിക്കുന്നില്ല. ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഏറ്റെടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു സൽപ്പേര് കിട്ടാൻ വേണ്ടി കടന്ന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സന്റെ എനർജി വെച്ച് നോക്കിയാൽ നമുക്കറിയാം, അധികം നാൾ അവർക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അധികം നാൾ ഇവർക്ക് ഈ ഒരു എന്താ പറയുക, മൈൻഡിൽ സപ്രസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉള്ളിൽ വെച്ചിട്ട് അവർക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാനുള്ള കാര്യം വെയിറ്റ് എന്നുള്ളതാണ്. അവർ ഉടനെ തന്നെ നിങ്ങളിലേക്ക് വരും. ഈ ഒരു പേഴ്സൺ പ്ലാനിങ്ങിലാണ് അവർക്ക് വരണം. പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അധികം അവരെ കൊണ്ട് ടോളറേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അവരുടെ ആ ഒരു കാണാത്ത ബന്ധനം പൊട്ടിച്ചവർ എത്തിക്കോളും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ആ ഒരു ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, അതേപോലെ തന്നെ 3 ഓഫ് വാൻഡ്സ് ഒക്കെയാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തും. ഒരുപാട് നാൾ അവർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഉള്ള ഒരു സ്റ്റാൻഡ് എന്താണോ ആ ഒരു സ്റ്റാൻഡിലൂടെ തന്നെ നിങ്ങൾ പോയാൽ മതി. നിങ്ങളിപ്പോൾ ഇവിടെ താഴ്ന്നു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഓടിച്ചെന്ന് മിണ്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും പോയിട്ടില്ല, ആളോടെ തന്നെയുണ്ട്, അപ്പോൾ ഇനി പതുക്കെ മതി എന്നും പറഞ്ഞിട്ട് പതുക്കെ വെക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണോ അതിൽ തന്നെ മുന്നോട്ട് പോവുക. ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൺസിന്റെ എനർജി നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാട്ടോ ഞാനീ പറഞ്ഞത്, അല്ലാതെ ഇത് കാണുന്ന എല്ലാവരുടെയും കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഫീലിങ്സ് എന്ന് പറയാം. അപ്പം ആകെ കൂടെ എന്താ പറയാ, ഭയന്ന് ടെൻഷൻ അടിച്ച് ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുകയാണ്. പക്ഷെ പുറമെ കാണിക്കുന്നില്ല. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇട്ടുന്ന വരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കാനായിട്ട്. അപ്പൊ അതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുക. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. Okay, February month, Palakkad, Idukki, Aquarius, Pisces, number 13, Trivandrum, Scorpio, letter D, number 5, number 29, July month, number 4, letter A, number 20, letter B, number 6, August month, letter H, Cancer zodiac sign,
letter L, letter M, Thrissur, Ernakulam, Libra, V, number 8, number 17, September month, number 30 and number 26. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ക്ലൂസിനകത്ത് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇങ്ങനെയാണോ? നിങ്ങളുടെ എനർജി ഇങ്ങനെയാണോ? എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ റെസണേറ്റ് ചെയ്യിക്കേണ്ടത് അങ്ങ് വിട്ടേക്കുക. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയാണ്, ഇവർ പെട്ടെന്ന് തന്നെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാൻഡ് നല്ലത് തന്നെയാണ്. ആ ഒരു സ്റ്റാൻഡിനെ അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരാനായിട്ട് അവർ നോക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ടിരിക്കുക. ടേക്ക് കെയർ.